ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡ് ഇനി അർജന്റീൻ നായകന്റെ പേരിൽ 38-ാം മിനിറ്റിലെ ഗോളിനോട് കൂടിയാണ് ലിയോണൽ മെസ്സി മിറോസ്ലോവ് ക്ലോസിയെ മറികടന്ന തന്റെ ലോകകപ്പ് ചരിത്രത്തിലെ 17-ാം ഗോൾ നേടിയത്. 16 ഗോൾ നേടി കഴിഞ്ഞ മത്സരത്തിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു. ഈ മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ ലിയോണൽ മെസ്സിക്ക് മുന്നിലെത്താനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. പക്ഷേ ആ പെനാൽറ്റി മെസ്സി പാഴാക്കിയതാണ്. അതിന് പിന്നാലെയും ഒരു അവസരമുണ്ടായിരുന്നു, അതും പാഴാക്കി. പക്ഷേ 38-ാം മിനിറ്റിൽ ചരിത്രം കുറച്ച ഗോളിലേക്ക് മെസ്സി തന്റെ ക്ലാസിക്കൽ ആ ലെഫ്റ്റ് ഫുട്ട് ഉപയോഗിച്ചുള്ള ആ പ്രകടനം അത് വീണ്ടും കാണുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും അർജന്റീന കാത്തിരുന്ന നിമിഷം തന്നെയാണ്. ഇതുവരെ അർജന്റീനയ്ക്ക് ഗോളടിക്കാനുള്ള ഒരു അവസരവും ഓസ്ട്രിയ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. വലിയ രീതിയിൽ കോട്ട കെട്ടി നിൽക്കുന്ന ഓസ്ട്രിയയാണ് കണ്ടത്. പക്ഷേ മെസ്സി കൃത്യമായി ടീമിനെ രക്ഷിക്കുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ നഷ്ടമാക്കിയ ആ പെനാൽറ്റിക്ക് പരിഹാരം കണ്ട് അർജന്റീൻ നായകൻ തന്നെ ആ ഗോൾ കണ്ടെത്തുന്നു. അങ്ങനെ 38-ാം മിനിറ്റിൽ അർജന്റീന ഓസ്ട്രേലിയക്കെതിരെ ലീഡ് എടുക്കുന്നു. എന്തായാലും മിറോസ്ലാവ് ക്ലോസയുടെ നാളുകളായി നീണ്ടു നിൽക്കുന്ന പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന ആ റെക്കോർഡാണ് ഇപ്പോൾ ലിയോണൽ മെസ്സി മറികടന്നിരിക്കുന്നത്. 10 ആണ്ട് മേലെയായി ഒറ്റയ്ക്ക് ആ 2014 ലോകകപ്പിലാണ് റൊണാൾഡോയെ മറികടന്നുകൊണ്ട് മിറോസ്ലാവ് ക്ലോസെ ആ റെക്കോർഡ് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ആൾ എന്ന കളിക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നത്. ആ റെക്കോർഡ് ദീർഘകാലമായി തകർക്കാതെ കിടക്കുകയായിരുന്നു. അതാണ് ഇപ്പോൾ ലിയോണൽ മെസ്സി മറികടക്കുന്നത്. തന്റെ 28-ാം മത്സരത്തിലാണ് ഇപ്പോൾ ലിയോണൽ മെസ്സി ആ നേട്ടം സ്വന്തമാക്കുന്നത്. നേരത്തെ ലോകകപ്പ് ചരിത്രത്തിൽ 2 തവണ മികച്ച താരമായ മറ്റൊരു താരം ലിയോണൽ മെസ്സി അല്ലാതെ ഇല്ല. ആ നേട്ടത്തിലേക്ക് ഒരു ലോകകപ്പ് ചരിത്രത്തിൽ നിരവധി റെക്കോർഡുകൾ മെസ്സിക്കുണ്ട്. എന്തായാലും ഗോളടിയുടെ ആ റെക്കോർഡ് കൂടി ഇപ്പോൾ മെസ്സി സ്വന്തമാക്കുന്നു. എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി മെസ്സി മാറുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഡാലസ് സ്റ്റേഡിയത്തിൽ കാണുന്നത്. ആദ്യഘട്ടത്തിൽ കിട്ടിയ ആ പെനാൽറ്റി നഷ്ടമാക്കിയതിന്റെ നിരാശ മറികടക്കുന്ന പ്രകടനമാണ്, അല്ലെങ്കിൽ അതിനെ പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു ഉഗ്രൻ ഗോളോടുകൂടി തന്നെയാണ് അർജന്റീൻ നായകൻ ഗോൾ നേടുന്നത്. മെസ്സിയിൽ നിന്ന് പലകുറി നമ്മൾ കണ്ടിട്ടുള്ള ഒരു കട്ട് ബാക്ക് ഗോൾ വരുന്നു. അത് മെസ്സി കൃത്യമായി വലയിലേക്ക് അടിക്കുന്നു. ഗോൾ കീപ്പർ കാഴ്ചക്കാരനായി നോക്കി നിൽക്കുന്ന കാഴ്ച മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മെസ്സി ആദ്യ മിനിറ്റിൽ വീണ്ടും പറയേണ്ടി വരുന്നത് ആ പെനാൽറ്റി നഷ്ടത്തിൽ വലിയ പരിഹാസം ലിയോണൽ മെസ്സി ഇതിനോടകം തന്നെ പലരിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അതും ഒരു നാണക്കേടിന്റെ റെക്കോർഡാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി പാഴാക്കുന്ന താരം മെസ്സിയുടെ 3ാമത്തെ പെനാൽറ്റി നഷ്ടമാണ് ലോകകപ്പിൽ. ഇത് അതിന് ഒരു റെക്കോർഡായി നിൽക്കുമ്പോൾ മെസ്സിക്ക് അത് മറികടക്കേണ്ടതുണ്ടായിരുന്നു. അതിന് ഗോളിലൂടെ തന്നെ അർജന്റീൻ നായകൻ ലിയോണൽ മെസ്സി മിശിഹ പരിഹാരം കാണുന്ന കാഴ്ചയാണ് കണ്ടത്. 39-ാം മിനിറ്റിൽ ഒരു തകർപ്പൻ ഗോളിലൂടെ ലിയോണൽ മെസ്സി അർജന്റീനയ്ക്ക് ലീഡ് നൽകുന്നു. എന്തായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ആദ്യം 30 മിനിറ്റ് വലിയ കാഠിന്യമേറിയതായിരുന്നു. തുടരെ ആക്രമണം ഘടിപ്പിച്ചെങ്കിലും തുടക്കത്തിൽ മുതൽ ആക്രമിച്ചു കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലും ഡേവിഡ് അലാബ നേതൃത്വം നൽകുന്ന ഓസ്ട്രിയൻ പ്രതിരോധ നിര മെസ്സിയെയും കൂട്ടരെയും കടത്തിവിടുന്നില്ല. 5-ാം മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റി, ലൗട്ടറോ മാർട്ടിനസിനെ വീഴ്ത്തിയ പെനാൽറ്റി, അതിലൂടെ മുന്നിലെത്താനുള്ള അവസരമായിരുന്നു ലിയോണൽ മെസ്സിക്കും കൂട്ടർക്കും. പക്ഷേ മെസ്സി തന്നെ അത് പാഴാക്കിയതിന്റെ ഒരു നിരാശ. പിന്നീട്